ശ്രീ എ.ഡി. തോമസ്. എ.ഡി. തോമസ് ആണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് കന്നി മത്സരത്തിൽ തന്നെ വിജയിച്ചു കയറിയ എ.ഡി. തോമസ് ഈ സഭയിലെ പ്രായം കുറഞ്ഞ മറ്റൊരു MLA. 30 വയസ്സ് മാത്രമാണ് കെ.ഡി. തോമസിന്റെ പ്രായം. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം, അങ്ങനെ ഗൺമാന്മാരുടെ മർദ്ദനമേറ്റ എ.ഡി. തോമസ്. എ.ഡി. തോമസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടും കൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എ.ഡി. തോമസ് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭയിലെ ഏറ്റവും കൗതുകമുള്ള മറ്റൊരു കാഴ്ചയിലേക്കാണ് തീർച്ചയായും എ.ഡി. തോമസ് സത്യപ്രതിജ്ഞ ചെയ്ത്. സാധാരണ നമുക്കറിയാം എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പിന്നീട് സഭയിലെ മുൻനിരയിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. അതിൽ തന്നെ ഇടതുപക്ഷത്ത്, സ്പീക്കറിന്റെ ഇടതുപക്ഷത്ത് ആദ്യം ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ ആ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കിടെയായിരുന്നു എ.ഡി. തോമസിന് നേരെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പോലീസിൽപ്പെട്ട അംഗങ്ങൾ വലിയ തോതിൽ അക്രമം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയന് കൈകൊടുത്താണോ മടങ്ങുന്നത് എന്ന് തന്നെയാണ് നിയമസഭയിലെ ഒരു അംഗമായി കൗതുകമുണ്ടാക്കുന്ന കാഴ്ച. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് ഉണ്ണിയാടൻ, കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ, അവിടെ മോൻസ് ജോസഫ് പോലെ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന മറ്റൊരു പേർ കൂടിയാണ്. തോമസ് ഉണ്ണിയാടൻ സത്യവാചകം ചൊല്ലിയിരിക്കുന്നു. ശ്രീമതി തുളസി ടീച്ചർ. KA തുളസി ടീച്ചർ എന്നാണ് ഇപ്പോൾ സത്യവാചകം ചൊല്ലുന്നതിന് വേണ്ടി വിളിച്ചത്. നിലവിൽ മന്ത്രിക്കസേരയിലുള്ള പിന്നാക്ക വിഭാഗം ക്ഷേമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന KA തുളസി ആണ് അടുത്തതായി സത്യവാചകം ചൊല്ലുന്നത്. KA തുളസി എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. KA തുളസിയും ദൈവനാമത്തിൽ ആണ് ഇപ്പോൾ സത്യവാചകം ചൊല്ലിയിട്ടുള്ളത്. ആദ്യത്തെ വിജയമാണ് KA തുളസിയുടേത്. 37,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. തൃശൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, AICC അംഗമാണ്, കേരള വനിതാ കമ്മീഷന്റെ അംഗമായിരുന്നു. അങ്ങനെയുള്ള പ്രവർത്തന പാരമ്പര്യവുമായാണ് ഇപ്പോൾ KA തുളസി സഭയിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യ വിജയത്തിൽ തന്നെ മന്ത്രിസഭയിലേക്ക് എത്തിയ KA തുളസിയാണ് സത്യവാചകം ചൊല്ലിയത്. വൈപ്പിനിൽ നിന്നുള്ള ടോണി ചമ്മണിയാണ് അടുത്തതായി സത്യവാചകം ചൊല്ലുക. അതിനുശേഷം ഉമാ തോമസ്. ടോണി ചമ്മണി എന്ന ഞാൻ നിയമസഭയിൽ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വാസത്തോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
വൈപ്പിനിൽ നിന്നുള്ള ടോണി ചെമ്മണി ദൈവനാമത്തിൽ ആണ് സത്യവാചകം ചൊല്ലിയത്. ടോണി ചെമ്മണിക്കും നിയമസഭയിലേക്ക് ഇത് ആദ്യ വിജയമാണ്. നേരത്തെ കൊച്ചി മേയർ ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ചിട്ടുള്ള പാരമ്പര്യവും അനുഭവ സമ്പത്തുമായാണ് വൈപ്പിനിൽ നിന്ന് ടോണി ചെമ്മണി എത്തിയത്. 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ടോണി ചെമ്മണി നേടിയത്. എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയുള്ള തൃക്കാക്കരയിൽ നിന്നുള്ള ഉമാ തോമസ് ആണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഉമാ തോമസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പി.ടി. തോമസിന്റെ മരണത്തെ തുടർന്ന് ഭാര്യയായ ഉമാ തോമസ് മത്സരരംഗത്തേക്ക് ഉപതെരഞ്ഞെടുപ്പിലൂടെ കടന്നുവന്നു. അങ്ങനെ തൃക്കാക്കരയിൽ വിജയിക്കുകയും ചെയ്തു. 2022 നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യ വിജയം. ഇതിപ്പോൾ രണ്ടാമതാണ് സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഭൂരിപക്ഷം എന്നത് 50,000-ന് മുകളിൽ ആണ് എന്നതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 25,000 ഭൂരിപക്ഷമെങ്കിൽ അത് ഇരട്ടിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ ഉമാ തോമസ് സഭയിലേക്ക് എത്തിയിട്ടുള്ളത്. അടുത്തത് ഉല്ലാസ് കോവൂരാണ്. ഉല്ലാസ് കോവൂർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കുന്നത്തൂരിൽ നിന്നുള്ള ഉല്ലാസ് കോവൂര് ശ്രീമതി ഉഷ ദൈവനാമത്തിലാണ് ഇപ്പോൾ സത്യവാചകം ചൊല്ലിയത്. RSPയുടെ മറ്റൊരു അംഗം ഷിബു ബേബി ജോണിനെ കൂടാതെ RSPയിൽ നിന്നുള്ള മറ്റൊരംഗം കൂടിയായ ഉല്ലാസ് കോവൂർ. ഇത്തവണ 25,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം. ആദ്യത്തെ ജയം ആണ് ഉല്ലാസ് കോവൂരിന്റെ. മാനന്തവാടിയിൽ നിന്നുള്ള ഉഷാ വിജയൻ ആണ് അടുത്തതായി സത്യവാചകം ചൊല്ലുന്നത്. നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.